ഗൈസ്. അപ്പോൾ നമുക്ക് 2 ഫ്രീക്കന്മാരെ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ അവന്മാരോട് ചോദിച്ചു നോക്കാം ആരാണ് അവരുടെ ലൈഫിലെ പുണ്യാളെന്ന്. ഓക്കെ ബ്രോ നമ്മൾ ഒരു ട്രൂസി കേസിൻ്റെ ഒരു മൂവി പ്രൊഡക്ഷനായിട്ട് വന്നതാണ്. ഇതിപ്പോൾ ഒരുത്തന്നെ ഓടുന്നടാ. 4 വർഷം മുന്നേ നീറ്റിന് ഞാൻ റിപ്പീറ്ററായിരുന്നു. അപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് നീറ്റ് റിസൾട്ട് വന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ സ്കോർ കിട്ടിയില്ല. അപ്പം ഞാൻ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പം എനിക്ക് വീട്ടുകാർ പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്കും ആഗ്രഹമായിരുന്നു ഡോക്ടറെ കാണണം. അപ്പം എനിക്കങ്ങനെ പെട്ടെന്ന് ആരോടും പറയാനില്ല. ലിറ്ററലി ഒറ്റയ്ക്കായ പോലെ തോന്നി. ഫ്രണ്ട്സ് ഒന്നും പ്രത്യേകിച്ച് നീറ്റായപ്പോൾ ഞാൻ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഞാൻ കണക്ഷനൊക്കെ വിട്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒറ്റയ്ക്കാവുന്ന പോലെ തോന്നി. ലൈക്ക് എന്തോ മരിച്ചാൽ മതി ആ ഒരു തോട്ടിലോട്ട് പോയി. അങ്ങനെ ഫോൺ എടുത്ത് ചുമ്മാ സ്ക്രോൾ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലൊരു നമ്പർ കണ്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ഞങ്ങൾ KG മുതൽ ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ ഞാൻ എന്നെ കളിപ്പിച്ച് അവളെ വിളിച്ചു. 3 ഇയർ ആയിട്ട് കോൺടാക്ട് ഇല്ല. പക്ഷേ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നാട്ടിലുണ്ട്, ഞാൻ ഇപ്പോൾ വരാം, നീ വെയിറ്റ് ചെയ്യാം.